ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 3 ഏലക്ക, ഒരു മീഡിയം സൈസ് പട്ട, അത് ഞാൻ ഒടിച്ചാണ് ഇട്ടിരിക്കുന്നത്, ഒരു 4 ഗ്രാമ്പൂ ഇവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വെണ്ണയിൽ ഇതൊന്ന് മൂത്ത് വരുന്നവർ നമ്മൾ മിക്സ് ചെയ്യാം. ഇതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം കറിവേപ്പില ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി, അതുപോലെ തന്നെ 3 പച്ചമുളക്, ഇവ നന്നായിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നവരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് സവാളയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയാണ്. ഞാൻ ചോപ്പറിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം എന്നില്ല, വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലും സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ചോപ്പ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മുടെ മസാലയിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി സവാള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മല്ലിപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് 2.5 ടീസ്പൂണാണ് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നത്. 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളകാണ്, കാശ്മീരി റെഡ് ചില്ലി അല്ല. അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നീളത്തിൽ സ്ലൈസ് ചെയ്ത 2 തക്കാളിയാണ് ആഡ് ചെയ്തത്. തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനെടുത്ത തക്കാളി അത്രയ്ക്ക് നന്നായിട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഈ മസാലയിലേക്ക് വെന്തുടയുന്നത് വരെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തക്കാളി നല്ല വെന്തുടഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇവിടെ മസാലയിലേക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ക്രാബാണ് വാങ്ങിച്ചത്. അത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 700-750 ഗ്രാമൊക്കെ ഉള്ളൂ. ഈ ക്രാബ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ മസാല ഈ ക്രാബിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ക്രാബിൽ എല്ലാ ഭാഗത്തും എത്തുന്നവരെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ചൊരു 2 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്രാബിൽ നിന്നുള്ള വെള്ളം ഈ മസാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ ഈ ക്രാബ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊരു 15 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴണ്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സമയം നമ്മൾ ക്രാബിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഫൈനലായിട്ട് ഒരു മസാലപ്പൊടിയും കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ 10 മിനിറ്റ് കുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ച് ആദ്യം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്രാബൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിത് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ മസാലപ്പൊടിയായ ഗരം മസാല ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗരം മസാല ചേർത്താണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയായി. ഇപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഓൾ.